നമസ്കാരം. ആഗോള വിപണിയിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്കുണ്ടായ മൂല്യ തകർച്ച ഇന്നലെ ലോകമെങ്ങും വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. ഡോളറിൻ്റെ മൂല്യം 89.66 ഇപ്പോൾ നിൽക്കുകയാണ്. രാജ്യത്തെ ആഭ്യന്തര വിപണിയിലും ആഗോളതലത്തിലുമൊക്കെ തന്നെ ഉണ്ടായ ചില മാറ്റങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അമേരിക്കയിൽ ദീർഘകാലം ഇപ്പോൾ ഷട്ട് ഡൗൺ ഉണ്ടായിരുന്നു. ഒരു മാസത്തിൽ നീണ്ടുന്ന ഷട്ട് ഡൗൺ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ സാമ്പത്തിക നില ആ സമയത്ത് വളരെ മോശമായ അവസ്ഥയിലെത്തിയിരുന്നു. അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോലും ആളിനെ കിട്ടാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കത് വഴിവെച്ചിരുന്നു. ഇതുതന്നെയാണ് ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാന കാരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതോടുകൂടി വിപണിയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ഉണർവുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ഇതിന് ഗുണവും ദോഷവും വശങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തിയിട്ടുള്ളത്. ഈ ഷട്ട് ഡൗൺ കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിലെ തൊഴിൽ മേഖല വളരെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ധാരാളം പേർ അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് പണം ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ തൊഴിൽ മേഖലയിലുണ്ടായ ആ വലിയൊരു മാറ്റം ഇതിൻ്റെയൊക്കെ തന്നെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരുമെന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത മാസം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തെത്തിയിരുന്നു. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സൂചികയാണ് ഇത്. ഏതായാലും പലിശ നിരക്ക് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ കൂടി വന്നതോടെ ഡോളറിൻ്റെ വില വീണ്ടും ഉയരാൻ തുടങ്ങി. ഇത് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ വളരെ സമയോചിതമായ ഇടപെടലാണ് ആ രൂപയുടെ മൂല്യം വീണ്ടും കുറയാതെ സഹായിച്ചത്. അമേരിക്ക, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ അധിക തീരുവ നിശ്ചയിച്ചത്, പകര തീരുവ നിശ്ചയിച്ചത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി നമുക്കെല്ലാം തന്നെ മാറിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത് വളരെ ദോഷകരമായ രീതിയിലാണ് ബാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്ന ചില വിദേശ നിക്ഷേപകർ അവരുടെ നിക്ഷേപങ്ങൾ ഇവിടെ നിന്ന് പിൻവലിച്ചു കൊണ്ടുപോയതും വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി ഇന്ത്യൻ രൂപയ്ക്ക് മാറേണ്ടി വന്നു. ഏതാണ്ട് 1,00,000 കോടി രൂപയിലധികം ഡോളറാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവർ വിപണിയിൽ പിൻവലിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വളരെ ശക്തമാണ്. എല്ലാ കാലത്തും ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ മുന്നിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. ലോകത്ത് ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയിലെ ബാങ്കുകൾ പോലും തകർന്നടിഞ്ഞ ഒരു വലിയ തകർച്ചയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയത് ഇന്ത്യയിലേക്കാണ്. കാര്യം ഇന്ത്യക്ക് ആ ഒരു വലിയൊരു തിരിച്ചടിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞതൊക്കെ തന്നെ നമ്മുടെ കൈവശം വിദേശ നാണ്യ മൂല്യ ശേഖരത്തിൻ്റെ വലിയൊരു പങ്കന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ ഇതൊന്നും തന്നെ പെട്ടെന്ന് ബാധിക്കാതെ കടന്നുപോയി എന്നുള്ളതാണ് അന്നത്തെ സാമ്പത്തികകാര്യ വിദഗ്ധന്മാരൊക്കെ തന്നെ നൽകുന്ന വിശദീകരണം. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി, ലോകമെമ്പാടും അറിയപ്പെടുന്ന ധനകാര്യ ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ധനകാര്യ വിദഗ്ധൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ലോകത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ പിടിച്ചു കുലുക്കിയപ്പോഴും നമുക്കങ്ങനെ ഒന്നും സംഭവിക്കാതെ പോയതിൽ മൻമോഹൻ സിംഗിൻ്റെ പങ്ക് നമുക്കൊരിക്കലും കുറച്ച് കാണാനും കഴിയുകയില്ല. ഇനി നമ്മൾ അമേരിക്കയുമായി പുതിയ വ്യാപാര കരാറിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ ഒരു സമ്മർദ്ദം കുറയുമെന്നാണ് പറയപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിന് ആദ്യഘട്ടത്തിൽ ഇന്ത്യയോടുണ്ടായിരുന്ന അത്രയും വിരോധമൊന്നും ഇപ്പോഴില്ല. ഏതായാലും നമ്മൾ പുതിയൊരു വ്യാപാര കരാറിലേക്ക് ഏർപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും നമ്മുടെ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ വളരെ സഹായകരമായി മാറും എന്നാണ് കരുതപ്പെടുന്നത്. ഇത് കയറ്റുമതിക്കാർക്ക് ഈ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഏറെ ഗുണകരമാകും എന്നാണ് പറയുന്നത്. കാരണം അവർ നൽകുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവിടുന്ന് ഡോളറിൽ ലഭിക്കുന്ന ആ വില എന്ന് പറയുന്നത് വലിയ തുകയായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഡോളറിൻ്റെ വില വീണ്ടും കൂടുകയാണെങ്കിൽ, മൂല്യം വർദ്ധിക്കുകയാണെങ്കിൽ അവർ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളുടെയൊക്കെ തന്നെ അതിൻ്റെ മൂല്യം, അതിൻ്റെ വില വലിയ തുകയായിട്ടായിരിക്കും അവർക്ക് തിരികെ ലഭിക്കുക എന്നുള്ളത് വ്യവസായ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗം വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളെയും സ്ഥിരമായി വിദേശ യാത്ര നടത്തുന്നവരെയുമാണ്. വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഫീസിനത്തിലൊക്കെ ആയി വലിയ തുക ഈ ഡോളറിൻ്റെ മൂല്യം വീണ്ടും ഇത്തരത്തിൽ കൂടുകയാണെങ്കിൽ അടയ്ക്കേണ്ടി വരും. അത് ഇന്ത്യൻ രൂപയിലാവുമ്പോഴത്തേക്കും അതൊരു വലിയൊരു തുകയായി നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷനൊക്കെ ആവുന്ന സമയത്ത് അവർ വലിയ തുക ഫീസായി നൽകേണ്ടി വരും. സാധാരണഗതിയിൽ തന്നെ അമേരിക്കയിലെ സർവകലാശാലകളിലും മറ്റും വളരെ ഉയർന്ന ഫീസാണ് ഈടാക്കുന്നത്. അത് വീണ്ടും വർദ്ധിക്കാനും അവരെ കൂടുതൽ കഷ്ടത്തിലാക്കാനും ഇത് ഒരു കാരണമായേക്കും എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊന്ന്, സ്ഥിരമായി വിദേശയാത്ര നടത്തുന്ന ആളുകളുണ്ട്. പ്രധാനമായും വ്യവസായികളൊക്കെ എപ്പോഴും അവർ വിദേശയാത്രകളിലായിരിക്കും. ഇത്തരത്തിൽ വിദേശയാത്ര നടത്തുന്നവർക്ക് ഇനി വിമാനക്കൂലി ഇനത്തിലാണെങ്കിലും അവിടെ താമസിക്കാനുള്ള ഹോട്ടലോ ഭക്ഷണമോ എല്ലാ ചിലവിൻ്റെയും കാര്യത്തിൽ ഡോളറിൻ്റെ മൂല്യം കൂടുമ്പോൾ അവർ കൂടുതൽ തുക, ഇന്ത്യൻ രൂപ കൂടുതൽ തുക അവിടെ ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. പക്ഷേ ഇതുകൊണ്ട് ലോട്ടറി അടിച്ചൊരു വലിയ വിഭാഗമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രവാസികളാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന ഓരോ ഡോളറും കൂടുതൽ വലിയ തുകയായിട്ടായിരിക്കും
നാട്ടിൽ സ്വീകരിക്കപ്പെടുക. കഴിഞ്ഞ മാസം $1 ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ അതിന് ലഭിക്കുന്നത് 88 രൂപയാണ്. എന്നാൽ ഇപ്പോൾ അത് $1 ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 89.66 രൂപയാണ്. എന്നാൽ ഇപ്പോൾ അവർ $1000 ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ അത് 89,000 രൂപയിലധികം അവർക്ക് ലഭിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല GCC രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഈ രൂപയുടെ വിനിമയത്തിലൊക്കെ തന്നെ അവരുടെ മൂല്യവും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. UAE ദിർഹം, സൗദി റിയാൽ തുടങ്ങിയിട്ടുള്ള ഈ GCC രാജ്യങ്ങളിലെ അവിടുത്തെ കറൻസിയുടെ മൂല്യവും ഉയർന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള പ്രവാസികൾക്കൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള ഒരു നേട്ടമായി മാറും. അവർ ഇന്ത്യയിലേക്ക് അവിടെ നിന്ന് പണം അയക്കുമ്പോൾ അത് വലിയ തുകയായിട്ടായിരിക്കും അവർക്ക് ലഭിക്കുക. ചുരുക്കത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ രൂപയ്ക്കുണ്ടായ മൂല്യ തകർച്ച അവർക്ക് മാത്രം ഒരു വലിയ അനുഗ്രഹമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ അവിടെ നിന്നുള്ള ആളുകൾ പരമാവധി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പണം ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ അവർക്ക് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപക്ഷെ വീണ്ടും ഡോളറിൻ്റെ മൂല്യം ഇടിയുകയോ മറ്റോ അങ്ങനെ ഒരു സ്ഥിതിഗതി ഉണ്ടായാൽ പിന്നീട് അവർക്ക് അത്രയും പണം അയക്കാൻ കഴിയുകയില്ല. ഇത് വലിയൊരു അവസരമാക്കി എടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരിൽ പലരും ഇന്ത്യയിലേക്ക് പെട്ടെന്ന് തന്നെ പണം അയക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ലോകത്ത് ഏറ്റവും അധികം പ്രവാസി പണം ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ധാരാളം പേർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ലഭിക്കുന്ന ശമ്പളത്തെ ഇന്ത്യൻ രൂപയുമായി നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിയ തുകയായിരിക്കും പിന്നീട് അവർക്ക് പ്രതിഫലമായി കിട്ടുക എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കിത് വലിയ തോതിലുള്ള ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകവും അതുതന്നെയാണ്. ഏതായാലും ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളർച്ചയുടെ പാതയിൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടായാൽ പോലും അതിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് പോസിറ്റീവായി മാറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ആഗോള തലത്തിൽ ഇന്ത്യ ഇന്ന് എല്ലാ മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത് പ്രതിരോധ മേഖലയാണെങ്കിലും സാമ്പത്തിക മേഖലയാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ നില വളരെ ഭദ്രമാണ്. ഏതാനും വർഷങ്ങളിൽ ലോകത്തെ ഏറ്റവും അധികം സമ്പത്തുള്ള ഏറ്റവും 4ാമത്തെ ലോകത്തെ സാമ്പത്തിക ശക്തി ഇന്ത്യ മാറുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഈ വിപണിയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ കാണാൻ. ഏതായാലും റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കർശനമായ നിലപാടുകൾ, നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നത് കൊണ്ട് ഇത് ഇന്ത്യയെ ദോഷകരമായി ബാധിക്കില്ല എന്ന് മാത്രമല്ല ഇന്ത്യക്കാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ഗുണകരമായി മാറുകയും ചെയ്യും.